ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങളിന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളൊരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്, അവരിവിടെ വരും കേട്ടോ. പിന്നെ അവരുടെ കൂടെ ഞങ്ങൾ പോവുക ചെയ്യാം. പിന്നെ നമ്മുടെ സ്കൂളൊക്കെ ഇപ്പോൾ തുറക്കാനായല്ലോ. അപ്പോൾ ഞാനൊരു ഹാപ്പി ആയിക്കോട്ടെ. ഞാനും പിന്നെ കുറേ നാളായി പറയുന്നത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കൊരു ഹാപ്പിനെസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ എങ്ങോട്ടല്ല, വയനാട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ നിയറസ്റ്റ് തന്നെയാണ്. പിന്നെ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. ഇപ്പം ഞാൻ രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ കുറേ നാളായി നമ്മുടെ ലോങ് വീഡിയോ ഒന്നും എടുക്കാത്തത്. പിന്നെ അങ്ങനെ ടൈം കിട്ടില്ല, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റാറില്ല. അപ്പം ഇന്ന് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് റെഡി ആയിട്ടൊക്കെ കാണാം. ഓക്കെ. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വെള്ളയപ്പവും തേങ്ങാപ്പാലുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ രാവിലെ കഴിക്കുന്നത്. ഇതൊക്കെ കഴിച്ച് റെഡി ആയിട്ട് വേണം പോവാൻ. ഞാനും അതാ കിടന്നുറങ്ങുകയാണ്. ഞാനൂന് ചെറുതായിട്ടൊരു ക്ഷീണമുണ്ട്. അതെന്താണെന്നറിയില്ല. ഇന്നലെ വന്നതാണ്. അവൾക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. കുറേ നാളായിട്ട് വരാറില്ല. അപ്പോൾ ഇന്നലെ എന്തോ കുറേ തുമ്മലും ഒക്കെ ആയിട്ട് ഉറക്കമൊന്നും ശരിയല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ആൾ ഉറങ്ങുകയാണ്. ഇനിയിപ്പോൾ അവളെ വിളിച്ചെണീപ്പിക്കണം. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് റെഡി ആയിട്ട് പോകണം. അപ്പം നമുക്ക് റെഡി ആയിട്ട് വീഡിയോ ഒക്കെ കാണാം. നമുക്ക് റെഡി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എണീക്കുന്നുണ്ട്. ചെറുതായിട്ട് കണ്ണൊക്കെ തുറക്കുന്നുണ്ട്. എണീറ്റോ. ബാക്കിയൊക്കെ നമുക്ക് റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞങ്ങളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവരെ വെയിറ്റ് ചെയ്യണം. അവരെത്തിക്കഴിഞ്ഞാൽ ഉടനടി ഞങ്ങൾ ഇറങ്ങും. അപ്പം നമുക്ക് പോകുന്ന വഴി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ചിരിച്ചേ. ഞാനും അതവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനും വലിയൊരു സുഖത്തിലല്ല. ചെറുതായിട്ടൊരു അലർജിയുടെ പ്രശ്നം, അത് ഇന്നലെ പെട്ടെന്ന് വന്നതാണ്. അപ്പം അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കുട്ടിക്ക്. ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആർമാദിക്കാൻ പറ്റാത്തതിൻ്റെ ആയിരിക്കാം, അറിയില്ല. അപ്പോൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി യാത്ര പോകാൻ പോവാണ്. അപ്പോൾ എന്തായാലും നാനൂന് ഹാപ്പി ആവുമെന്ന് വിചാരിക്കണു അവിടെ എത്തിക്കഴിഞ്ഞാൽ. അങ്ങനെ അവരെത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇത് നമ്മളെ ആരാന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ, സോറി. ഇത് നമ്മുടെ മോനിഷേച്ചിയാണ് കേട്ടോ. മോനിഷേച്ചിയും അരുണേട്ടൻ്റെയും കൂടെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. ഇതിന് മുൻപുള്ള വീഡിയോസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കണ്ടവരുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു 2ാമത്തെ ട്രിപ്പാണ് തോന്നുന്നു. ഞങ്ങളിതിന് മുൻപ് ബാംഗ്ലൂർ ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ വേറെ എവിടെയല്ല കയറിയത്, നമ്മുടെ 1980 എന്ന് പറയുന്ന ഹോട്ടലിലാണ്. ഇത് നമ്മുടെ വയനാട്ടിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസും അതുപോലെ ഒരുപാട് ആളുകൾ എപ്പോഴും കയറുന്ന ഒരു ഹോട്ടലാണ് ഈ ഒരു വഴി പോകുമ്പോൾ കേട്ടോ. ഇത് നമ്മുടെ ഫിലിം ആക്ടറായിട്ടുള്ള അബു സലീമിൻ്റെ ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളും അവിടെ കയറി. അങ്ങനെ ഞങ്ങളത് ഫുഡൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് നമ്മുടെ സദ്യ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ എന്തോ സ്പെഷ്യൽ സദ്യ ഉണ്ട്, അതാണ് ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്തത്. ഞാനും മോളും പിന്നെ മോനിഷേച്ചീൻ്റെ മക്കളും ഓർഡർ ചെയ്തത് നമ്മുടെ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ മക്കൾ പിന്നെ എവിടെ പോയാലും ചോറിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഞാനിന് പുറത്ത് പോയാൽ ചോറൊന്നും വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ അവളുടെ പതിവ് സ്വഭാവം കാണിച്ചിട്ടുണ്ട്. ചോറ് കഴിച്ചോന്ന് പറഞ്ഞിട്ട് വേണ്ട പറഞ്ഞിട്ട് ബിരിയാണി കഴിക്കാൻ കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പായസം ഉണ്ടായിരുന്നു. ആ പായസം കൂടിയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി. അങ്ങനെ പിന്നെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. ഈ വണ്ടിയിൽ പറ്റാവുന്ന രീതിയിലുള്ള അടിച്ചു പൊളിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതാ പോകുന്ന വഴിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ശരിക്കും അവിടെ ഇരുന്നിട്ട് കളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അത് സൈഡിലോട്ടൊക്കെ ഇരുന്ന് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് പിന്നെ നേരെ പോയത് നമ്മുടെ രവിയേട്ടൻ്റെ കടയിലാണ് കേട്ടോ. രവിയേട്ടൻ്റെ കട എന്ന് പറയുന്നത് വയനാട്ടിലെ തന്നെ ഒരു ഫേമസ് ഷോപ്പാണ്. ഇവിടെ നമുക്ക് നല്ല അടിപൊളി പോർക്കിറച്ചി കിട്ടും കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ അവിടുത്തെ ഈ ഒരു സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക, ഈ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു മോരുകറി ഉണ്ട്. പിന്നെ ഞങ്ങൾ ഓൾറെഡി ചോറ് കഴിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ പിന്നെ നമ്മുടെ റിസോർട്ടിലാണ് എത്തിയത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ കാടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ഒരു റിസോർട്ടിൻ്റെ പേര് വൂഡ്സ് റിസോർട്ട് എന്നാണ് കേട്ടോ. ഈ ഒരു പേര് വരാൻ കാരണം എന്താണെന്നുള്ളത് ഇവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരുപാട് വുഡ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു, അടിപൊളിയാണ്. പിന്നെ ഞങ്ങളതാ ചെന്നപാടെ ഞങ്ങൾക്കൊരു നല്ല വെൽക്കം ഡ്രിങ്കും അതുപോലെ നല്ല ചിപ്സും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അവരുടെ റിസോർട്ടിലെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് അവിടെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ TV-യിൽ. പിന്നെ ഞാനും മോനിഷേച്ചിയും പിള്ളേരും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഉള്ള നമ്മുടെ ഊഞ്ഞാലിൽ ഞാനുമോളും ലച്ചുമോളും കൂടിയിട്ട് ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ അവർ ഊഞ്ഞാലിലൊക്കെ ആടിക്കഴിഞ്ഞിട്ട് അങ്ങനെ റൂമൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങളെടുത്തത് ടീക്ക് വുഡും അതുപോലെ മോനിഷേച്ചിയും ഫാമിലി എടുത്തത് ട്രീ ഹൗസും ആയിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ അവിടെയാണ് നിന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് പിള്ളേർ ഭയങ്കര ബഹളമാണ്, അതായത് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജസ്റ്റ് അവിടെ പോയി നോക്കിയിട്ടോ ഞങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്. പൂളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. ഇത് ഒരുപാട് ഏക്കറിലുള്ള ഒരു റിസോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനായിട്ടുള്ളൊരു വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മളെടുത്ത റൂമിൻ്റെ ഓൾമോസ്റ്റ് ലുക്ക് കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ ബഹളാക്കിയിട്ട് ഞങ്ങൾ വേഗം തന്നെ റൂമിൽ പോയതിന് ശേഷം അപ്പം തന്നെ ഞങ്ങൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ സ്ഥലത്തേക്ക് കുറച്ച് പോകാനുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞാനും മോളും ലച്ചുമോളും ഓൾറെഡി സ്വിമ്മിംഗ് പൂളിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതാ ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ പ്രബിയാണെങ്കിൽ സൈക്ലിങ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ പിള്ളേരൊന്നും സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അതായത് എന്നോടും മോനിഷേച്ചിൻ്റെ അടുത്തും. അങ്ങനെ ഞങ്ങളതാ പിന്നെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. പക്ഷേ ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാത്രമാണ് നീന്താൻ അറിയാത്തുള്ളൂ. ബാക്കി ഇവർക്കെല്ലാവർക്കും നീന്താൻ അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും നീന്തുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വെള്ളത്തിൽ. ലാസ്റ്റ് അതാ ഇവരെല്ലാവരുടെയും ഒടുക്കത്തെ മോട്ടിവേഷൻ കാരണം ഞാനും അങ്ങോട്ട് കുറച്ച് നീന്താൻ തുടങ്ങി കേട്ടോ. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് മോനിഷേച്ചിക്കാണ് കേട്ടോ. കാരണം മോനിഷേച്ചിയാണ് എന്നെ ഭയങ്കരമായിട്ട് ധൈര്യം തന്ന് വെള്ളത്തിലേക്ക് ഇങ്ങനെ നീന്താനുള്ളൊരു പരിശ്രമം നടത്തി തന്നത് കേട്ടോ. അതിൽ കുറച്ചെങ്കിലും സക്സസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മോനിഷേച്ചിക്ക് മാത്രമല്ല, മോനിഷേച്ചിയാണ് കൂടുതൽ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ധൈര്യമൊക്കെ വന്നത്. ബാക്കി എല്ലാവരും പ്രബിയാണെങ്കിലും അരുണേട്ടനാണെങ്കിലും അതുപോലെ പിള്ളേരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പിള്ളേർ ഭയങ്കര മോട്ടിവേഷനായിരുന്നു. എനിക്ക് ഭയങ്കര പരിശീലനം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചന്ദ്രുവും അതുപോലെ ലച്ചുവും ഞാനും ഒക്കെ. അങ്ങനെ പിന്നെ ഞങ്ങളതാ റൂമിലൊക്കെ വന്ന് കുളിച്ച് ഫ്രഷായി എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന ഈ ചിപ്സ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ അവിടെ നിന്ന് പൊട്ടിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ കുറച്ച് സമയം റൂമിലിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു രവിയേട്ടൻ്റെ കടയിലത്തെ സ്പെഷ്യൽ പോർക്കിറച്ചിയും കൂടി ഞങ്ങൾ റൂമിലിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ നമ്മുടെ ക്യാമ്പ് ഫയറിന് പോയിട്ടോ. അപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക വൈബായിരുന്നു. ഞങ്ങൾ ശരിക്കും തിമിർത്താടിയെന്ന് തന്നെ പറയാം. അത്രയും അടിപൊളിയായിട്ട് പാട്ടും ഒക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. മതിമറന്ന് ഡാൻസ് കളിക്കാമെന്ന് പറയില്ല, അങ്ങനെയായിരുന്നു ഞങ്ങൾ ഡാൻസ് കളിച്ചു തുടങ്ങുന്നത് കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകുന്നത് എപ്പോഴും നമുക്ക് നല്ലൊരു കാര്യമാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡിന് ഭയങ്കര ഒരു റിലീഫാണ് കിട്ടുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ
ഒക്കെ മാറാൻ നമുക്ക് യാത്ര എപ്പോഴും ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളതാ ഇവിടെ ശരിക്കും ഞങ്ങൾ തിമിർത്ത് എന്താ പറയുക തകൃതിയായിട്ട് ഡാൻസ് കളിക്കാമെന്ന് പറയില്ലേ, എന്നുവെച്ചാൽ ഡാൻസൊന്നും ഞങ്ങൾ അത്ര പെർഫെക്ഷനിലൊന്നും അല്ല കളിക്കുന്നതെങ്കിലും പോലും എന്താ പറയുക ഞങ്ങളെ മൈൻഡിൽ ഭയങ്കര ഒരു റിലീഫായിരുന്നു കേട്ടോ. ലാസ്റ്റ് എല്ലാവരും കൂടി ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശരിക്കും നല്ല ഹാപ്പി മൂഡ് എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും ഞങ്ങൾ ഈ ഒരു ടൈമിൽ ശരിക്കും കിട്ടി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്രയും ഞങ്ങൾ അവിടെ അത്രയ്ക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ക്യാമ്പ് ഫയറിൻ്റെ ആ ഒരു ടൈം. കുറച്ചും കൂടി സമയം കിട്ടേണ്ടിയിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ട് അവിടുത്തെ ക്യാമ്പ് ഫയറിന് ഒരു ടൈം ലിമിറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഒരു പാട്ടും കൂടി എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ കൺവിൻസ് ചെയ്തിട്ടാണ് വീണ്ടും വീണ്ടും പാട്ടൊക്കെ വെച്ച് തന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഓൾറെഡി ടൈമൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നമ്മുടെ ക്യാമ്പ് ഫയറൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ റൂമിലേക്ക് എല്ലാവരും കൂടി പോയിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പിന്നെ പോയത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇതെല്ലാതൊന്നും കഴിച്ചിട്ടില്ല, കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് ആവശ്യമുള്ളത് മാത്രം കഴിച്ചു. കാരണം രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ വലിയ ഹെവി ഫുഡൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളത് ആവശ്യമുള്ളതൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരം ഞങ്ങളെല്ലാവരും റൂമിൽ തന്നെയായിരുന്നു. അവിടെ എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിട്ട് തന്നെ നല്ല അടിച്ച് പൊളിച്ച് സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കിടക്കുമ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ റിസോർട്ടിലെ ഫസ്റ്റ് ഡേ കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേയുടെ വിശേഷങ്ങളൊക്കെ ഞാനൊരു പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.